ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്നാക്സ് ആണ്. നല്ലൊരു പലഹാരമാണ് ഇത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഡിഫറെൻ്റ് ആയിട്ടുമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സോസ് പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പഴം എടുത്ത് ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ തിന്നായിട്ട് തന്നെയാണ് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സോസ് പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. അതിൻ്റെ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ അര കപ്പ് പാല് കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം 1 കപ്പ് മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു പഴത്തിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ട് ബാക്കി പഴം മൊത്തത്തിലായിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ഏലക്കായും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാനിതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു പാനിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള പകുതി പഴം ഞാനിതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഈ ഒരു ബാറ്ററിൻ്റെ മേലേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ ഹോൾസ് ഉണ്ട്. ആ ഒരു ഹോൾസ് ഞാനൊരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു പാനിലേക്ക് ഈ ഒരു സോസ് പാൻ ഒന്ന് ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ കുറച്ചൊക്കെ അത് വേവായിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് ആയ ഒരു ടൈമിൽ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടിഭാഗമൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേൽഭാഗം കുറച്ചുകൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കുകയാണ്. അധിക സമയം വീണ്ടും നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിഭാഗം ഒന്ന് കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക 1-2 മിനിറ്റ് മാത്രം മതി നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ അടിഭാഗം കൂടി നമുക്കൊന്ന് വേവായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഹോൾസ് ഒന്ന് നമ്മൾ പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ അത് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഉൾഭാഗമൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെയാണ് ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുള്ള എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ.